ഓ, വന്നൂന്ന് തോന്നുന്നു. ആരതി ഉണ്ടായിരുന്നപ്പോ 5 പേരുടെ ധൈര്യം എനിക്കിവിടെ. ആ വരുവാ, വരുന്നേ. ഓ, എന്തിനാ ഇങ്ങനെ കതവിനിട്ട് ഇടിക്കുന്നേ? ശാരികേ, എന്താ മോളെ? എന്തു പറ്റി നിനക്ക്? ചെറിയമ്മ. ശാരികേ, എന്തിനാ നീ കരയുന്നേ? എന്താ കാര്യം നീ പറ. നോക്കുമോളെ, ആ മോള് കരയാതെ കരയാതെ. ബാ. ദിവസം മുഴുവനും ജോലി ജോലിന്ന് പറഞ്ഞു നടക്കും. പാവം, കുട്ടികളെ പോലെ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ? ഇന്നലെ ശരിക്കും ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. എന്തൊക്കെ അത്ഭുതങ്ങളാ ദൈവമേ നടക്കുന്നേ. ആദ്യമൊക്കെ എന്നെ കാണുന്ന പോലും ഇഷ്ടമല്ലായിരുന്നു, ദേഷ്യം മാത്രമേ ഉള്ളായിരുന്നു. എന്നാ ഇപ്പൊ ഇവന് അടുത്തിരിക്കാതിരിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. എപ്പോഴും ഇവൻ എന്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കണം എന്ന് തോന്നുന്നു. ഇവനൊരു ജെന്റിൽമാനാ. നോക്ക്, ഒരു കള്ളം കിടന്ന് ഉറങ്ങുന്നേ. ഒരു ഇടി കൊടുത്താലോ? വേണ്ട വേണ്ട, നീ ഒരു പാവ. പിന്നെ എന്താ ചെയ്യാ? വേണ്ട വേണ്ട, ഒന്നും ചെയ്യണ്ട. ഒരടി കൊടുത്താലോ? വേണ്ട, ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ശാരികേ, നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് ആശ്ചര്യം തോന്നുന്നു. നീ നല്ല ധൈര്യമുള്ള കുട്ടിയല്ലേ? നീ ഒന്നിനും വേണ്ടി തലകുനിക്കുന്നവളല്ലല്ലോ. അങ്ങനെയുള്ള നീ കരയുന്ന കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല മോളെ. നീ കാര്യം പറ. നിന്റെ രീതികളെല്ലാം മറ്റൊന്നാണ്. നിനക്കല്ലെങ്കിലും എടുത്തിയാട്ടം ഇച്ചിരി കൂടുതലാ. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ദേഷ്യ. മുന്നും പിന്നും നോക്കാതെ വായി തോന്നുന്നല്ല നീ വിളിച്ചു പറയും. എന്നാ ഇപ്പോ നിന്നെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല മോളെ. നീ ഇങ്ങനെ വിഷമിക്കുന്നതും കരയുന്നതൊക്കെ കണ്ടിട്ട് എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ അങ്ങോട്ട് പറ്റുന്നില്ല ശാരികേ. എന്താ ഉണ്ടായെന്ന് മോള് പറ. മോളെ ശാരികേ, നിന്റെ മുഖം കണ്ടിട്ട് എന്തോ വലിയ കാര്യം സംഭവിച്ച പോലെ എനിക്ക് തോന്നുന്നു. നിന്റെ അമ്മയോട് പറയാൻ പറ്റാത്ത എന്ത് കാര്യമോ മോളെ നിനക്ക് എന്നോട് പറയാനുള്ളേ?
പോയേ പറ്റുള്ളൂ. എന്താന്ന് വെച്ചാ നിങ്ങളില്ലാതെ ഇതുവരെ ഞാൻ ഓഫീസ് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചതാ. അതിനെന്തിനാ നീ ഇത്ര ടെൻഷൻ ആവുന്നേ? സിദ്ധാർത്ഥ് ഉണ്ട്, സുമേഷും ഉണ്ട്, ഇനി അതും പോരാ ഞാൻ സാഹിത്യവും ഉണ്ട്. നീ അവിടെ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കേ. ടേക്ക് കെയർ. ഫ്ലൈറ്റ് എത്ര മണിക്കാ? ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആണ്. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഞാനത് കഴിഞ്ഞിട്ട് പൊക്കോളാം. നീ ഇപ്പൊ പൊക്കോ. രാജു, ഒന്നിങ്ങോട്ട് വന്നേ. ഞാൻ നിന്റെ അമ്മയെ പോലെ അല്ലല്ലോ മോളെ. നിനക്ക് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞൂടെ? അതെ ചെറിയമ്മേ, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഒരുപാട് തവണ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്നറിയാം. അങ്ങനെയൊന്നും പെരുമാറണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടല്ല. ഞാൻ പോലും അറിയാതെ അങ്ങനെയൊക്കെ ആയി പോവാ. അത് കഴിയുമ്പോ എനിക്ക് വിഷമവും തോന്നാറുണ്ട്. അതെല്ലാം എനിക്കറിയാവുന്ന കാര്യമല്ലേ മോളെ. നീ വെറും കുട്ടിയാ. നീ വളർന്ന സാഹചര്യം വേറെ തന്നെയാ. ഇതിലൊന്നും ഒരു തെറ്റുമില്ല മോളെ. എനിക്കത് അറിയാവുന്നത് കൊണ്ടാ ഞാൻ വേറെ എവിടേക്കും പോകാതെ ചെറിയമ്മയുടെ അടുത്തേക്ക് തന്നെ വന്നത്. എനിക്കറിയായിരുന്നു ഇവിടെ വന്ന ചെറിയമ്മയുടെ അടുത്തുനിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ലഭിക്കുന്നു. പക്ഷെ സംഭവിച്ചതോ, എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുന്നതിന് പകരം എന്നെ നോക്കി വെറുതെ ഇങ്ങനെ സിമ്പതി കാണിച്ചോണ്ടിരിക്കല്ലേ ചെറിയമ്മ. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട മോളെ. നീ ഇവിടേക്ക് വന്ന് നല്ല തീരുമാനം എടുത്തത്. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിന്നെ സഹായിക്കാം. ആദ്യം എന്താ പറ്റിയെന്ന് നീ ഒന്ന് പറ. വിക്കിയുടെ കല്യാണം ആരതിയോടൊപ്പം തീരുമാനിച്ച ദിവസം മുതല് എനിക്കെന്തോ ജീവിക്കണമെന്ന് പോലും തോന്നില്ല ചെറിയമ്മ. എന്താണ് നീ പറയുന്നത്? എന്റെ മീനാക്ഷിക്ക് പഴയ ലവർ ഉണ്ടെന്നോ? എടാ സുമേഷ് ഏട്ടാ, ഞാൻ തന്ന ഇൻഫർമേഷൻ കറക്റ്റാ. ഈ ലോകത്തിൽ പതിവ്രത എന്ന് പറഞ്ഞ വാക്കുണ്ടായതിന് അവളിൽ നിന്നാണെന്നല്ലേ പറഞ്ഞു? സുമേഷ് ഏട്ടാ, നിങ്ങൾ ശരിക്കും അവളെ പ്രേമിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കഥ ഞാൻ അന്നേ തുറന്നു പറയില്ലായിരുന്നോ? ശരിയാണ് പാനിപ്പൂരി രഞ്ജിത്തെ, ഞാൻ നിന്നോട് പറയേണ്ടതായിരുന്നു. പറയാതിരുന്നത് തെറ്റായി പോയി. ഈ വിഷമം മാറാനായിട്ട് നീ എനിക്കൊരു ക്വാർട്ടർ വാങ്ങി തന്നാ മാത്രം മതി. സാർ, ഇത് വെച്ചോ രാജു. ഇതെന്തിനാ സാർ? കൃത്യമായിട്ട് ശമ്പളം തരുന്നുണ്ടല്ലോ, പിന്നെ ഇതിന്റെ ആവശ്യം എന്താ? ഞാൻ കുറച്ചു ദിവസത്തിന് ഇവിടെ ഇല്ലല്ലോ. എന്തേലും ആവശ്യം വന്നാൽ തനിക്ക് ചോദിക്കാൻ വേറെ ആരും ഇല്ലാന്ന് പറയാം. സോ ഇത് പിടിക്കാം. ഒരു കാര്യം കൂടെ പറയാം. ഞാൻ വരുന്നവരെ അവളെ ശ്രദ്ധിക്കണം. കുറച്ച് ദിവസം ഞാൻ ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് ചിലപ്പോൾ രാത്രിയും കൂടെ വർക്കുണ്ടായിരിക്കും. രാത്രി റൗഡി ബേബിയാന്നൊക്കെ പറഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ താൻ അതിന് സമ്മതിക്കണ്ട. അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ അവളെ സേഫായി വീട്ടിലെത്തിക്കേണ്ട ചുമതല തനിക്കാണ്. ശരി സാർ, ഞാൻ നോക്കിക്കോളാം.
ശാരികേ, അമ്മായി സുഖമായിട്ടിരിക്കുന്നു. ശാരിക നീ ഉണ്ടല്ലോ ഇവിടെ. ആ മോനെ വിക്കി, നീ ഇരിക്കേ. ഞാൻ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. ആ മോളും ഇരിക്കേ. ശാരിക നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിന്റെ ഈ ഡ്രാമയൊന്നും അമ്മായിക്ക് മനസ്സിലാവില്ലായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വിക്കി, അത് ആക്ച്വലി നീ ഇനി ഒന്നും സംസാരിക്കരുത്. എത്ര ചീപ്പ് ലെവലാ നീ ഇപ്പൊ എത്തിയെന്നറിയോ? കരിക്കിനകത്ത് നല്ല ഹൈ ഡോസിൽ ഡ്രഗ്സ് മിക്സ് ചെയ്ത് എന്നെ താലി കെട്ടിക്കാൻ വേണ്ടി റെഡിയാക്കിയവളല്ലേ നീ. ഇത്ര ചെയ്തിട്ട് നീ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ധൈര്യം സമ്മതിക്കണം. വിക്കി, ഒരു അക്ഷരം മിണ്ടരുത് ശാരിക. ഇന്നലെ വരെ നിന്റെ സ്വഭാവം ഇന്ന് മാറും നാളെ മാറുന്ന കരുതിയവളാ ഞാൻ. എന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായി, നായയുടെ വാൽ ഒരു കാലത്ത് നിവരില്ലാന്ന്. യെസ്, ഞാൻ പോവാണ്. യു ടേക്ക് കെയർ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ നീ ഫോൺ വിളിക്കേ. ടെൻഷനൊന്നും ആവണ്ട. സിദ്ധാർത്ഥ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളൂ. കല്യാണക്കുറിയുടെ കാര്യവും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നീ ഹാപ്പി ആയിട്ടിരിക്കേ. വരട്ടെ. ബോസ്, ഇനി എന്താ? എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നോക്ക് ശാരിക, ഇനി നീ എന്തൊക്കെ ചെയ്താലും അമ്മാവനെയും അമ്മായിയെ എല്ലാവരും നിന്റെ വശത്ത് നിർത്തിയാലും എന്നെ മാരുതിയെയും അകറ്റാൻ ശ്രമിച്ചാലും നീ അതിലൊന്നും സക്സസ്ഫുൾ ആവില്ല. അതെന്താന്ന് വെച്ചാ വിക്കിക്ക് ആർതിയെന്നും ആർതിക്ക് വിക്കിയെന്നും പറഞ്ഞ പണ്ട് മുകളിൽ ആരോ എഴുതി വെച്ച കാര്യമാണ്. ഇനിയും നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിച്ചാല് നീ കാണിച്ച ഈ വൃത്തികേടുകളൊക്കെ എല്ലാവരും ഞാൻ അറിയിക്കും. അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷെ നിന്റെ സ്വന്തം ചേട്ടൻ നിന്നെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. പറ അമൂല്യ. ഇതെന്തിനാ? ഇത് നിങ്ങളുടെ സേഫ്റ്റിക്കാ. ഞാനിത് കെട്ടിയ സേഫ് ആവുന്നാണോ? പിന്നെ ഉറപ്പായിട്ടും അതെന്റെ ദൈവത്തിന്റെ രക്ഷയാ. ഇത്രയും ദിവസം എന്നെ രക്ഷിച്ചുകൊണ്ടിരുന്നത് ഇതാ. നിങ്ങൾ ഇത്രയും ദൂരം പോകുന്നതല്ലേ, എന്നെ പോലെ തന്നെ നിങ്ങളെയും സംരക്ഷിക്കും. എന്നെ സേഫ് ആക്കാനുള്ള ശക്തിയൊക്കെ ഇതിനുണ്ടോ? നമ്മൾ ഇതിനെ എങ്ങനെയാണോ കാണുന്നത് അത് അതുപോലെ വർക്കാവും ബോസ്. എന്താണെന്നറിയോ, വിശ്വാസമാണ് ദൈവം. നമ്മൾ എത്ര വിശ്വസിക്കുന്നുണ്ടോ അത് അത്രയും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇത് നിങ്ങളുടെ കയ്യിൽ കിടന്നാലുടനെ മാജിക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ അതിന്റെ ശക്തി കാരണം നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും. ഞാൻ എന്റെ ദൈവത്തിനോട് നിങ്ങളെ എപ്പോഴും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആർക്കെങ്കിലും നല്ലത് ചെയ്യണമെന്ന് എന്റെ ബോസിന്റെ അടുത്ത് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം നടന്ന പോലെ തന്നെ. ദൈവം എന്നുള്ളത് വെറുതെ പേര് മാത്രമല്ല, അതൊരു ബലമാണ്, ധൈര്യമാണ്, അതൊരു ആശീർവാദമാണ്, അതൊരു സ്നേഹമാണ്. ഇത് ഇത്രയും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. പിന്നെ എനിക്ക് വേണ്ടതും അത് തന്നെയാ. പോയിട്ട് വരൂ ബോസ്, നല്ലത് വരട്ടെ. എന്നാ ഞാൻ ഇറങ്ങുക.
നിക്ക്. നിന്നെ ഞാൻ കാറിന്റെ അടുത്തേക്ക് ആക്കി തരാം. ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിന്റെ അടുത്ത് വിക്കി പറഞ്ഞത് അവസാനത്തെ വാണിംഗ് ആണ്. വെറുതെ വിക്കി എന്നെയും ദേഷ്യം പിടിപ്പിക്കാതെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് നല്ലത്. അയ്യോ ചേട്ടാ, എന്നെ ഇവിടെ വിട്ടാ മതി, ഞാൻ നടന്നു പോക്കോളാം. ഞങ്ങളുടെ റൂട്ടിലേക്ക് കാറ് കയറ്റിയാ പിന്നെ തിരിച്ചിറങ്ങി വരാൻ നല്ല പാടായിരിക്കും. പക്ഷെ മാഡം, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരുപാട് അകലമില്ലേ? അയ്യോ കുഴപ്പമില്ല ചേട്ടാ, ഞാൻ നടന്നു പോക്കോളാം. അങ്ങനെയാണെങ്കിൽ ശരി മാഡം. ചേച്ചി കാമ്പള കരിക്ക് എടുക്കട്ടെ? വഴക്കായിക്കോട്ടെ സ്നേഹം ആയിക്കോട്ടെ, പക്ഷെ മൊത്തത്തിൽ ഒരുമിച്ചിരുന്നവര് പെട്ടെന്ന് നമ്മളെ വിട്ടുപോയാ നമ്മൾ എന്താ വിചാരിക്കണ്ടേ? അല്ല, അത് ചതിയല്ലേ? എനിക്കത് വിഷമാവില്ലേ? ഞാൻ ഇതൊക്കെ ആരോടെ പോയി പറയാ? അയ്യോ, അതെന്താ ചേച്ചി അങ്ങനെ? നിങ്ങളുടെ ആളെങ്ങാനും... ചേതു, എന്താ ഇത്? അങ്ങനെയൊന്നും സംഭവിക്കില്ല. നല്ല ഉറപ്പുള്ള ജീവനാ. സുഖമായിട്ട് ഡൽഹിക്ക് പോയിട്ട് തിരിച്ചു വരും. ഇത് നല്ല കഥയായല്ലോ ചേച്ചി.
ഇന്നത്തെ കാലത്ത് ആഴ്ചയിൽ 3 ദിവസം അമേരിക്കയ്ക്ക് പോയിട്ട് വരുന്നവർ വരെ ഉണ്ട്. അങ്ങനെ ഉള്ളപ്പോഴാണോ ഡൽഹിക്ക് പോയവരെ പറ്റി ടെൻഷൻ അടിക്കുന്നത്? വെറുതെ ഇരിക്കും ചേട്ടാ, ഞാൻ ശരിക്കും ഒരു കിണറ്റിലെ തവളയാ. എനിക്ക് അടുത്തുള്ള കിണറിനെ പറ്റി ഒന്നും അറിയില്ല. എനിക്ക് എന്റേത് മാത്രം ലോകം. അവിടെ ഇരിക്കേണ്ടവർ എന്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ടെൻഷൻ ആവില്ലേ? അയ്യോ, ഇത് പറയാൻ വേണ്ടിയാണ് എന്റെ അടുത്തേക്ക് വന്നത്. അമൂല്യ മേഡം, അമൂല്യ മേഡം, അല്ല എന്ത് പറ്റി നിങ്ങൾക്ക്? ദിവസം